ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. ഈ വചനം കേൾക്കുമ്പോൾ അത്ര വലിയ സന്തോഷം തോന്നണമെന്നില്ല. കാരണം വചനത്തിൻ്റെ തുടക്കം തന്നെ ഇത്തിരി കൈപ്പേറിയ ഒരു വാചകമായിട്ട് നമുക്ക് തോന്നുക. യേശുവിൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ ഒരുവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വന്തം ജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്നവന് എൻ്റെ ശിഷ്യനാകാൻ പറ്റൂല. എന്ത് വലിയ കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക എന്നതിൻ്റെ അർത്ഥം നമുക്ക് സ്വന്തമെന്ന് കരുതി ഇന്നോളം ചേർത്ത് പിടിച്ചതിനെ ഒക്കെ വേണ്ട എന്ന് വയ്ക്കുക, ഉപേക്ഷിക്കുക, വെറുക്കുക എന്ന കഠിനമായ വാക്കുകൾ കർത്താവ് പറയോ എന്ന് സ്വാഭാവികമായിട്ട് നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ ഇത് ഈ ഒരു വചനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് സെമിറ്റിക് ലാംഗ്വേജിൽ നിന്നുള്ള ലിറ്ററൽ ട്രാൻസ്ലേഷൻ്റെ പേരിൽ വന്നിരിക്കുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാദേശിക ഭാഷയിൽ അവരുടേതായ രീതിയിലുള്ള ചില കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് ഉപയോഗിക്കും. വചനത്തിൽ മറ്റൊരിടത്തും നമ്മൾ ഇതിപ്രകാരം കാണുന്നുണ്ട്. വിവാഹ അവസരത്തിൽ വായിക്കുന്ന വചനം ഇപ്രകാരമാണ്: ഇക്കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിടുകയും അവർ ഇരുവരും ഒന്നായി തീരുകയും ചെയ്യും. എന്ന് വെച്ചാൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ അപ്പനും അമ്മയൊന്നുമില്ല, പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഷയുടെ പ്രത്യേകതയാണ്. ഈ ഒരു ഭാഷയുടെ രീതി എന്താ? സ്ട്രെസ് ചെയ്യുന്ന കാര്യം എന്താ? നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്നതൊക്കെ നിന്റെ കർത്താവിനോടുള്ള നിന്റെ ബന്ധവുമായി തുലനം ചെയ്യുമ്പോൾ അതെല്ലാം പിന്നിലായിരിക്കണം, മുന്നിലാകാൻ പാടില്ല എന്ന് അടിവരയിട്ട് പറയുക. അത് വളരെ പ്രത്യേകത. കാരണം വചനത്തിൻ്റെ ആദ്യം തന്നെ യേശു ജനക്കൂട്ടം പുറകിലുണ്ട്, അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു. എന്ന് വെച്ചാൽ മുമ്പിൽ ആരാ? ക്രിസ്തുവാ. മുമ്പിൽ ക്രിസ്തു നിൽക്കുന്നത് കൊണ്ടാണ് അവന് തിരിഞ്ഞ് പറയേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നിർത്തേണ്ടത് ആരെയാ? ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് നമ്മളൊരു വീട് പണിയുമ്പോൾ പോലും വീട്ടിലേക്ക് കയറുന്നവൻ ആദ്യം കാണേണ്ടത് ആരെയാ? കർത്താവിനെയാണ്. അതുകൊണ്ടാണ് തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രം തന്നെ ഏതൊരാളും വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം കാണത്തക്ക രീതിയിൽ തന്നെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പോൾ ചിലയിടത്തൊക്കെ അത് ഈ സ്റ്റെയർ കേഴ്സിൻ്റെ അടിയിലൊക്കെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നുണ്ട് കുറേ രീതികൾ. അതൊക്കെ തെറ്റായ രീതിയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ, നിൻ്റെ കുടുംബത്തിൻ്റെ, ഭവനത്തിൻ്റെ ഏതൊരിടങ്ങളിലും മുന്നിൽ നിർത്തേണ്ടത് ആരെയാ? ക്രിസ്തുവിനെയാണ്. വൈവാഹിക ജീവിതത്തിൽ പോലും ഇനി മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ച് അവൻ ഭാര്യയോട് ചേരും എന്ന് പറയുമ്പോൾ, ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തി ഒരു കുടുംബം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേണ്ട, അപ്പനും അമ്മയും വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം? ഒരിക്കലും അല്ല. നിന്നോടൊപ്പം ജീവിക്കുവാൻ ഒരുവൾ തൻ്റേതെന്ന് കരുതിയത് മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇന്നോളം അവളുടെ സ്വന്തമെന്ന് കരുതിയതെല്ലാം അവൾ വേണ്ട എന്ന് വെച്ചത് ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് മുതൽ അവളെ വേണം നീ മുന്നിൽ നിർത്താൻ. അപ്പനും അമ്മയുമായി തുലനം ചെയ്യുമ്പോൾ അവൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം വിട്ടുപോകരുത്. അപ്പനും അമ്മയും കഴിഞ്ഞിട്ട് ഇവളുള്ളൂ എന്നല്ല, ഇവൾ കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും ഉള്ളൂ എന്ന് തന്നെയാണ് അതാ പറയുന്നത്. അതുപോലെ ഇവിടെ ഈ വചനം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയേ ഉള്ളൂ, പിന്നിൽ. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത്, സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന്. കുരിശെടുക്കാതെ പുറകെ വന്നിട്ട് പിന്നാലെ എന്ന് വെച്ചാൽ ഈ വചനം കൊണ്ട് അർത്ഥമെന്ന് ഒറ്റ കാര്യമുള്ളൂ. നിന്റെ ജീവിതത്തിൽ നിനക്ക് വിലയുള്ളതെന്ന് കരുതുന്നതൊക്കെ അതെവിടെ പോകണം? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തോട് തുലനം ചെയ്യുമ്പോൾ അത് പിന്നില.
മുന്നിലല്ല. ആശീർവാദത്തിൻ്റെ കരം നീട്ടി ആരുടെ മേലാണ് അനുഗ്രഹം ചൊരിയപ്പെടുന്നത്? ഈ കരങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നവൻ്റെ മേലിലല്ല, താഴെ നിൽക്കുന്നവൻ്റെ മേലിലാണ് എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ആശീർവാദത്തിൻ്റെ മുദ്രയില്ലാത്തതിനൊന്നും നിലനിൽപ്പില്ല എന്നാണ് ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പറയുന്ന അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളും ജീവിതവും ഒക്കെ അത് തമ്പുരാൻ്റെ ആശീർവാദത്താൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നടക്കുന്ന കാര്യം എന്താ? അവിടെയൊക്കെ അത് കൃപയുടെ സമൃദ്ധിയായി ഐശ്വര്യമായി മാറും എന്ന് തന്നെയാണ്. അല്ല എങ്കിൽ അത് നമുക്ക് ദഹനക്കേടിന് കാരണമായിട്ട് മാറും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഏതൊരു ജീവിതം എടുത്തു നോക്കുക, കുടുംബം എടുത്തു നോക്കുക, അവിടെ കർത്താവിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ അനുഗ്രഹവും ഐശ്വര്യവും ആ കുടുംബത്തിനുണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നല്ല, ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള കരുത്ത് ആ കുടുംബത്തിനുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചെറിയ കാറ്റുകൾ മതി, അവർ അവിടെ തളർന്നു വീഴും, അവരവിടെ നശിച്ചു പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പറയുന്ന വചനത്തിൻ്റെ വാച്യാർത്ഥമല്ല ആന്തരിക അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. അതൊറ്റ കാര്യമാണ്, അവൻ്റെ ശിഷ്യനാകണമെങ്കിൽ മുന്നേ നടക്കുന്ന ഗുരുവിൻ്റെ പിന്നാലെ നടക്കുന്നവനാണ് ശിഷ്യൻ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഈ പത്രോസ് വന്നിട്ട് കർത്താവിനോട് കുരിശെടുക്കണ കാര്യം പറയുന്നൊരു കോണ്ടക്സ്റ്റ് ഉണ്ട്. കർത്താവ്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കുരിശെടുക്കാനും കുരിശിൽ മരിക്കാനും വേണ്ടിയാണെന്ന് പറയുമ്പോൾ പത്രോസ് വന്ന് പറയുന്നൊരു കാര്യം എന്താ? നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. മുമ്പിക്കേറി പറയുക. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ പിന്നിലേക്ക് പോ, പുറകിലോട്ട് മാറി നിൽക്കി, നീ എനിക്ക് തടസ്സമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് തടസ്സം നിൽക്കുന്നതൊന്നും മുന്നിൽ പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ചില പാരൻസൊക്കെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അവർക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളിയില്ല, വർഷങ്ങളോളം നേർന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാവുന്നൊരു ഫാമിലിയാണ്, 15 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ച സന്തോഷം. അവർ വരാത്ത നൊവേനപ്പള്ളികളിൽ കൂടാത്ത പ്രാർത്ഥന. പക്ഷേ ഈ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞിട്ട് പൊടി പോലും ഇല്ല ഇവരുടെ കണ്ടുപിടിക്കാനായിട്ട്. ഒരു ദിവസം ഞാനൊരു കണ്ടവരെ ഒരു ഇടത്ത് വെച്ച് ഞാൻ ചോദിച്ചു, നേരത്തെ എല്ലാ ആഴ്ചകളിലും നിങ്ങളെ ഞാൻ കാണും, മുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും, ഇപ്പോൾ എന്ത് പറ്റി? ഒരു അതല്ല കൊച്ചുള്ളത് കൊണ്ടേ ബുദ്ധിമുട്ടാണ് പള്ളിയിലേക്ക് വരാൻ. ഏതൊന്നായിരുന്നു അവർക്ക് പള്ളിയിലേക്ക് വരാൻ കാരണമായിരുന്നു? അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പിന്നിൽ പോയി, കൊച്ചു മുന്നിൽ വന്നു, തകർന്നു പോവും കുടുംബവും ജീവിതവും. ഇതാ പ്രശ്നം. നമ്മൾക്ക് എവിടെ പ്രാധാന്യം കൊടുക്കണമെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഞായറാഴ്ച പോലും കടമുള്ള ദിവസമാണ്, പക്ഷേ കർത്താവിനെ മറന്നുകൊണ്ട് നീ നിൻ്റേതായ തൊഴിലിടങ്ങളിലേക്ക് പോകണം, ജോലിക്കൊക്കെ. പക്ഷേ ഞായറാഴ്ച കുർബാന പോലും മുടക്കിക്കൊണ്ടാണ് നീ പോകുന്നതെങ്കിൽ, ഞായറാഴ്ചത്തെ കുർബാനയുടെ സമയം ഒരു 5-10 മിനിറ്റ് കൂടി എന്നതിൻ്റെ പേരിൽ നീ ഒച്ചയെടുക്കുന്നവനാണെങ്കിൽ നിൻ്റെ ഈ 5-10 മിനിറ്റിന് പകരം 2 മണിക്കൂർ വഴിയിൽ പോകും. നോക്കിക്കോ, ഉറപ്പായിട്ടും പോകും. കാരണം പള്ളിയിൽ അച്ഛൻ്റെ കുർബാന നീണ്ടുപോയി എന്നും പറഞ്ഞ് എന്നോട് വന്ന് പറയില്ല, എങ്കിലും ആരോടെങ്കിലേക്ക് വന്ന് പറഞ്ഞിട്ടാണ് പോണെങ്കിൽ നോക്കിക്കോ, നിൻ്റെ അന്നത്തെ യാത്രയിൽ മിനിമം 2 മണിക്കൂറെങ്കിലും നിനക്ക് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടും, ഉറപ്പാണ്. തമ്പുരാന് നീ കൊടുക്കേണ്ട, മുന്നിൽ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താതെ നീ നിൻ്റേതായ ജീവിതത്തിൻ്റെ തൊഴിലാകട്ടെ, വീടാകട്ടെ, പ്രിയപ്പെട്ടവർ, അതിനെയാണ് മുന്നിൽ നിർത്തുന്നതെങ്കിൽ നേട്ടമല്ല, നഷ്ടം തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വചനം പറയുമ്പോൾ, നീ ഗോപുരം പണിയുവാൻ ഇച്ഛിക്കുമ്പോൾ ആദ്യം അതിന് വേണ്ട മുതലുണ്ടോ എന്ന് ആദ്യം നോക്കും എന്നൊക്കെ പറയുമ്പോൾ, ഏതൊരുവൻ്റെ കയ്യിലാണ് മുഴുവൻ പൈസയും വെച്ചിട്ട് പണി തുടങ്ങുന്നത്? ഇന്നോളം ആരെങ്കിലും തൻ്റെ വീട് പണിതപ്പോൾ പണിയാനായിട്ട് 50 ലക്ഷം രൂപ വേണം, 50 ലക്ഷം രൂപയും ലോൺ എടുത്ത് എന്നിട്ട് പൈസ ഒരുപ്പിച്ച് വെച്ചിട്ടാണ് ആരെങ്കിലും പണിയണേ? ഒരാളുമല്ല. ഒരു മകളുടെ കല്യാണത്തിന് വേണ്ട സ്ത്രീധനവും മറ്റ് കാര്യങ്ങൾക്കും വേണ്ട തുക മുഴുവനും സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് ആരെങ്കിലുമൊക്കെ ചെയ്യണേ?
മക്കളുടെ പഠനത്തിനായിട്ട് ലക്ഷങ്ങൾ വേണം. ഈ പൈസ മുഴുവൻ എടുത്ത് ഇങ്ങനെ വീട്ടിൽ അറയിൽ കൊണ്ട് വെച്ച് സുരക്ഷിതമാക്കിയിട്ടാണ് മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത്. ഒന്നുമല്ല, നമ്മളത് അങ്ങോട്ട് തുടങ്ങിയ പിന്നെ ബാക്കി കാര്യം അവൻ തരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ സമ്പത്ത് നിന്റെ കർത്താവായിരിക്കണം. നമ്മളിവിടെ ഈ കൂട്ടിവെക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടേണ്ടത് ആരോടൊപ്പമാ? ഇത് അവനോട് കൂടിയാ. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഇത്രയും രൂപയൊക്കെ അത് എൻ്റെ ഇത്രയുമുണ്ട്, അവൻ്റെ അത്രയുണ്ട്, ഇവൻ്റെ ഇത്രയുണ്ട്, അതുപോലെ ഇത് അവൻ്റെയും ഉണ്ട് എന്നൊരു തിരിച്ചറിവോടുകൂടെ കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് പറയുന്നത്. യുദ്ധത്തിന് പോകുമ്പോൾ എന്ന് പറയുന്നത് ഇത് തന്നെയാ. നീ യുദ്ധം ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിൽ നീ ഒറ്റയ്ക്ക് നിന്നാൽ നിന്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റൂല. അവ ബലമെന്താ? ഇവനാ. അപ്പോൾ പിന്നെ എത്ര വലിയ ആൾക്കൂട്ടം നിനക്കെതിരല്ലെങ്കിൽ യുദ്ധത്തിനായിട്ട് വന്നാലും നിന്നെ തോൽപ്പിക്കാൻ പറ്റൂല. കാരണം എന്താ? ഒരു ധീര യോദ്ധാവിനെ പോലെ അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. അവനെ നീ വിളിച്ചതിനെ കൂട്ടുപിടിച്ചേക്കണേ. അവനെ കൂട്ടുപിടിച്ചിട്ട് നീ യുദ്ധത്തിന് പോകുമ്പോൾ നിന്റെ ശത്രുക്കൾ കാലിടറി വീഴും എന്ന് വചനം പറയുന്ന കാര്യം വിട്ടുപോകരുത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവന് കൊടുക്കണം ഏറ്റവും വലിയ പ്രാധാന്യം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ. അവനെ മാറ്റി നിർത്തി നീ നേടുന്നതെല്ലാം അത് ജീവിതത്തിൻ്റെ നഷ്ടക്കച്ചവടം. അതുകൊണ്ടാണ് കർത്താവ് വചനത്തിൽ പറയുന്നില്ലേ, നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി നീ എന്ത് നേടിയാലും ആ നേട്ടങ്ങൾ നിഷ്ഫലമാണ് എന്നുള്ള കാര്യം നീ എന്നും ഓർത്തെടുക്കണം എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സങ്കീർത്തകനോടൊപ്പം നമ്മളും പ്രാർത്ഥിച്ചത് അതല്ലേ? തലമുറ തലമുറകളായി ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. ഇതാ എവിടെയാണ് ആശ്രയിക്കേണ്ടത്? ബലഹീനരായ മനുഷ്യരിലോ ലോകം വച്ച് നീട്ടുന്ന സമ്പത്തുകളിലോ അല്ല, മറിച്ച് എന്നെ കരുത്തുള്ളവനാക്കാൻ സമ്പന്നനാക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിച്ചാൽ പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം അവൻ ക്രമീകരിച്ച് തന്നിരിക്കും.